അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ അവക്കാഡോ വെച്ചിട്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവക്കാഡോ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കയമ്പൊക്കെ ഒന്ന് ചുരണ്ടി എടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്ത അവക്കാഡോ വേണം കേട്ടോ എടുക്കാൻ. ഈ അവക്കാഡോ എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ്, സലാഡ്സ്, അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മെക്സിക്കൻ ഡിപ്പായിട്ടുള്ള ഗുവാക്കമോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അവക്കാഡോൻ്റെ കയമ്പൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. ഈ അവക്കാഡോ ഒക്കെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഈ അവക്കാഡോ നല്ല പേസ്റ്റ് പോലെ ആയിട്ടില്ലേ, അതുപോലെ ആവണം കേട്ടോ. നമുക്കിതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ചെറുതാക്കി അരിഞ്ഞു വെച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ചിന്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കഴിക്കാം. ചപ്പാത്തിയിലൊക്കെ ഡിപ്പായിട്ട് യൂസ് ചെയ്യട്ടോ. നമുക്കിതിലേക്ക് ഒരു ലെമണിന്റെ പകുതിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. വേണമെങ്കിൽ നമുക്കിതിലേക്ക് പച്ചമുളക് ഇടായിരുന്നു, ഞാൻ ഇട്ടിട്ടില്ല. കുരുമുളക് പൊടിയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. ഇത് നമ്മൾ ഈ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. അസ്സലാമു അലൈക്കും.